ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണല്ലോ. അതിൻ്റെ ഒരു ചെറു വിശകലനമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ ഇലക്ഷനിൽ UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ ഇടതുപക്ഷം കടപുഴകി വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന ഇലക്ഷനിൽ പഞ്ചായത്ത് തലത്തിൽ UDFന് 511 ലഭിച്ചപ്പോൾ LDFന് 343 മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ 200 സീറ്റ് വ്യത്യാസം. അതേസമയം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് UDF 44 ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം 80 മാറി, ഇരട്ടി വർധന. എന്നാലോ LDFൻ്റേത് 108 ഉണ്ടായിരുന്ന 60 ചുരുങ്ങുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്തിലേക്കാണെങ്കിൽ 3 ഉണ്ടായിരുന്ന UDFൻ്റെ സീറ്റ് വർദ്ധിച്ച് 7 മാറി. അതേസമയം 11 ഉണ്ടായിരുന്ന LDFൻ്റെ സീറ്റ് 7 കുറഞ്ഞു. അതുപോലെ തന്നെ കോർപ്പറേഷനുകളിൽ 1 ഉണ്ടായിരുന്ന ഇടത്ത് ഇപ്പോൾ UDFന് 4 സീറ്റ് വർദ്ധിച്ചിരിക്കുന്നു. 4 കോർപ്പറേഷനുകൾ വർദ്ധിച്ചിരിക്കുന്നു. ഒരു കോർപ്പറേഷൻ BJPയും ഒരു കോർപ്പറേഷൻ ഇടതുപക്ഷവും വീതിച്ചെടുത്തു. BJPക്ക് ഇപ്രാവശ്യം ചെറിയ രീതിയിൽ അഭിമാനിക്കാനുള്ള വകയുണ്ടായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമാണ്. അവിടെയാണെങ്കിൽ UDFനല്ല ഇടതുപക്ഷത്തെയാണ് അവിടെ മറിച്ചിട്ടത്. UDFൻ്റെ വെച്ച് നോക്കുമ്പോൾ തൃശ്ശൂർ അടക്കം എല്ലാ ഭാഗങ്ങളിലും തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. മൊത്തത്തിൽ വിശദീകരിക്കുമ്പോൾ ഒരു UDF തരംഗം എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് മുനിസിപ്പാലിറ്റിയിലൂടെ ചിത്രം നോക്കാം. UDF 45 ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം 7 സീറ്റ് വർദ്ധിച്ച് 52 ആവുകയും LDF 35 ഉണ്ടായിരുന്നത് 30 ചുരുങ്ങുകയും ചെയ്തു. അതേസമയം NDA 2 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ അതേപോലെ തന്നെയാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചില നേതാക്കന്മാരുടെ പ്രതികരണങ്ങളും അതേപോലെ UDFൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഇലക്ഷനിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത് എന്ന വിഷയങ്ങളും എന്തൊക്കെയാണ് വിഷയങ്ങളെ സ്വാധീനിച്ചത് എന്നുള്ളതും ആണ് നമുക്ക് ഇനി പരിശോധിക്കുവാനുള്ളത്. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ശശി തരൂരിൻ്റെ പ്രതികരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവ് എന്ന നിലക്ക് അപക്വമായിരുന്നു എന്നാണ് ഇവിടെ പറയാനുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവായിരിക്കെ തിരുവനന്തപുരത്തെ വിജയത്തെക്കുറിച്ച് ജനാധിപത്യത്തിൻ്റെ വിജയം എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് അർത്ഥമാക്കേണ്ടത്? ശരിക്ക് ഞാൻ ഇതിൻ്റെ ഹെഡിങ്ങിൽ പറയും പോലെ ഉത്തരം തുറക്കുന്ന പെരുച്ചായിയെ പോലെ എന്നേ അതിനെ വിശേഷിപ്പിക്കാൻ കഴിയൂ. അതുപോലെ തന്നെ MM മണിയുടെ ഒരു പ്രതികരണവും കൂടി നോക്കാം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നോ തറവാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കുത്തക സ്വത്ത് ജനങ്ങളിൽ വീതിച്ച പോലെയാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം, അദ്ദേഹത്തിൻ്റെ മറുപടി. ജനങ്ങളിൽ നിന്നും പെൻഷൻ ഗവൺമെൻറ്റിൽ നിന്നും വാങ്ങിയിട്ട് അതിനുള്ള നന്ദി കാണിച്ചില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഇതിനെയൊക്കെ അവജ്ഞയോടെ ജനങ്ങൾ തള്ളിക്കളയും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇടതുപക്ഷത്തിൻ്റെ വർഗീയ ധ്രുവീകരണ ശ്രമം ജനങ്ങൾ തള്ളിക്കളയുന്നതാണ് കണ്ടത്. വെള്ളാപ്പള്ളിയെ ഉപയോഗിച്ച് മുസ്ലിംസിനെ വളരെ മോശമായ രീതിയിൽ അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ ഒരു ഹിന്ദു ക്രോഡീകരണം വരണം അല്ലെങ്കിൽ ഒരു വർഗീയ ധ്രുവീകരണം വരണം എന്നുള്ള ഉദ്ദേശത്തോടെ ഇടതുപക്ഷത്തിന് മെച്ചം കിട്ടും എന്നുള്ള ചിന്തയിൽ നിന്നും ഉയർന്നു വന്ന പ്രവർത്തനങ്ങൾ ഇടതുപക്ഷത്തിന് തിരിച്ചടിയുണ്ടാവുന്നതാണ് കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇവിടെ എസിയിട്ടേ ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ അയ്യപ്പൻ്റെ സ്വർണം കട്ടതുമായുള്ള വിവാദം ജനങ്ങൾ സഹിക്കുന്നതിലപ്പുറമായിരുന്നു. ഇതെല്ലാം കൂടി വന്നപ്പോൾ ഇടതുപക്ഷത്തിന് കച്ചിത്തുരുമ്പ് ഇല്ലാതെയായി. ഇതിലപ്പുറമായിരുന്നു പിണറായി വിജയൻ്റെ ഏകാധിപത്യ പ്രവണത. സ്വച്ഛാധിപതി എന്ന നിലക്ക് പാർട്ടിയെ കാർന്നു നിന്നുന്ന രീതിയിലേക്ക് അദ്ദേഹം വളർന്നു കഴിഞ്ഞു.
പാർട്ടിയിന്മേലുള്ള അപ്രമാദിത്വം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലേക്ക് ചുരുക്കുകയും ഇരട്ടച്ചങ്കൻ എന്നുള്ളത് ജനങ്ങളിലേക്ക് എറിഞ്ഞപ്പോൾ സ്വേച്ഛാധിപത്യം തിരസ്കരിക്കപ്പെടുന്ന കാഴ്ചയാണ് ഇവിടെ ഉണ്ടായത്. UDF-നെ സംബന്ധിച്ചോളം ശ്രദ്ധിക്കേണ്ട നിർണായക കാര്യങ്ങളുണ്ട്. ഈ ഇലക്ഷൻ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ അവരുടെ പൂർണ്ണമായ വാർഡിൽ അവർ മത്സരിക്കുന്നു എന്നുള്ള നിലക്ക് അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. UDF-ന്റെ മൊത്തത്തിലുള്ള ശക്തി അതിന് ക്രോഡീകരണം വന്നെങ്കിലും ഈ വാർഡ് തലത്തിൽ ചെറിയ ചെറിയ നേതാക്കന്മാർ അവർക്ക് വേണ്ട വിജയം ഉറപ്പിക്കുകയാണ് ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ പുതിയ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പൂർണ്ണ അർത്ഥത്തിലുള്ള വോട്ടർമാർ പൂർണ്ണ വോട്ട് അതിൽ ചേർക്കാനുള്ള ശ്രമം UDF-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെങ്കിൽ UDF-ന് തിരിച്ചടി നേരിടും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് UDF-ലെ ഐക്യം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് യാതൊരു പ്രശ്നങ്ങളും ഇപ്പോൾ ഇല്ല. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഇലക്ഷനിലെ മുന്നേറ്റം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരാവണം എന്ന ചർച്ച ഉയരുകയും ആയതിലേക്ക് സ്വന്തമായിട്ടുള്ള ഒരു കരുനീക്കങ്ങൾ നേതാക്കന്മാരിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ UDF-ന് വേറൊരു വിഷയം അധികാരം നഷ്ടപ്പെടാൻ വേണ്ട എന്നാണ് സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ഈ വിശകലനം ഇവിടെ ഞാൻ നിർത്തുന്നു. ഇനിയും രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളും നിയമപരമായ വിഷയങ്ങളുമായി വീണ്ടും വരാം. ഏതായാലും ഇന്നത്തേക്ക് വിട. ജയ് ഹിന്ദ്. നന്ദി, നമസ്കാരം.